എക്വിറ്റി മാർക്കറ്റ്സിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള റിട്ടേൺ ആണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് പോലും നമ്മുടെ ഇവിടെ 2 സ്റ്റാറുകളുണ്ട്, ഒന്ന് സിൽവറും ഗോൾഡുമാണ്. ഗോൾഡ് ഈ സിൽവർ നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് മാത്രമല്ല ഗോൾഡ് വളരെ സ്റ്റുപ്പൻഡസ് പെർഫോമൻസ് ആണ് ഈ ഇയർ ഉണ്ടായിരുന്നത് എന്നുള്ളത്. നമ്മൾ അതിനെ യെല്ലോ മെറ്റൽ എന്നൂടെ വിളിക്കാറുണ്ട്. ഈ കൊല്ലം മാത്രം എനിക്ക് തോന്നുന്നു ഗോൾഡ് 43% റിട്ടേൺ എങ്ങാണ്ടാണ് തന്നതെന്നാണ്. ലാസ്റ്റ് 2 ഡെക്കേഡ്സിൽ നിയർലി 15%, അതായത് 14.97% CAGR ഗോൾഡ് ലാസ്റ്റ് 2 ഡെക്കേഡ്സിൽ ഗ്രോ ചെയ്തെന്നുള്ളത്. ഇപ്പൊ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലോബൽ ഇതിൽ നമ്മൾ പറയാറില്ല. നമ്മൾ അതിനെ പറയുന്നത് എന്താ, സ്റ്റോർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. അതായത് ഒരു അൺസർട്ടനിറ്റി ഗ്ലോബൽ എക്കണോമിയിൽ വരുമ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് നമ്മുടെ വാല്യൂ, അതായത് പർച്ചേസിംഗ് പവർ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് ഈ പറയുന്ന പോലെ ഗോൾഡ് എന്നുള്ളത്. അപ്പോൾ ഗോൾഡിനെ നമ്മൾ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, അതായത് സ്റ്റോറേജ് ഓഫ് വാല്യൂ എന്ന് പറയുന്നതിൽ മാറി നമ്മളെ ഇന്ത്യൻസിൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളായിട്ട് മാറി. 15% CR ഫോർ ദ ലാസ്റ്റ് 2 ഡെക്കേഡ്സ് ഓർ 46% റിട്ടേൺ അലോൺ ഇൻ 2025 ഈസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് റിട്ടേൺ എന്നുള്ള. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്നറിയോ, ജെഫ്രീസിൻ്റെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഇക്വിറ്റി, അതായത് ഇക്വിറ്റി ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തട്ടകമായിട്ടുള്ള ക്രിസ്വുഡ് പറയണതെന്നറിയോ, ഗോൾഡ് ഇവിടെ നിന്നും 76% കയറാൻ ചാൻസ് ഉണ്ട്. അതായത് അദ്ദേഹം ഒരു കൊമോഡിറ്റി അനലിസ്റ്റ് അല്ല, ഇക്വിറ്റി അനലിസ്റ്റ് പോലും പറയുന്നത് പ്രഷ്യസ് മെറ്റലായ ഗോൾഡ് 76%. അപ്പോൾ ഗോൾഡിൻ്റെ റെലവൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇറ്റ് ഹാസ് ടേൺഡ് ഫ്രം എ സ്റ്റോർ ഓഫ് വാല്യൂ ഓർ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻ ടു ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു ലിറ്റിൽ നോൺ ഫാക്ട് എന്താണെന്നറിയോ, നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് തന്നെ 0.2 മില്യൺ ഗ്രാംസ് ഓഫ് ഗോൾഡ് ഉണ്ട്. അതായത് നമ്മുടെ ബ്ലഡിലും ടിഷ്യൂലും ഒക്കെ കൂടെ നോക്കിയാൽ ഏതാണ്ട് 0.2 മില്യൺ ഗ്രാംസ് ഓഫ് ഗോൾഡ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ലോകത്തുള്ള എല്ലാ ഹ്യൂമൻസിൻ്റെയും അകത്തുള്ള ഈ 0.2 ഗ്രാംസ് ഓഫ് ഗോൾഡ് എടുത്ത് നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ ഏതാണ്ട് 400 തൊട്ട് 500 കിലോഗ്രാം ഓഫ് ഗോൾഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ സ്മോൾ കാറിൻ്റെ ഒരു വെയിറ്റേജിലേക്ക് ഒരു ഗോൾഡ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ ലെസ്സർ നോൺ ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഈ ഗോൾഡിനെ കുറിച്ച് ഞാൻ വായിക്കുമ്പോഴേ അതിനകത്ത് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ ഗോൾഡിനെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 1 കിലോഗ്രാം ഓഫ് ഗോൾഡ് ഉണ്ടല്ലോ, ഈ 1 കിലോഗ്രാം ഓഫ് ഗോൾഡ് വെച്ചിട്ട് നമുക്ക് 1 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കാം. അതുമാത്രമല്ല ഇതിനൊരു ത്രെഡാക്കി നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഏതാണ്ട് 2 കിലോമീറ്റർ കൊണ്ടുപോകാം. ഏതാ 1 ഗ്രാം ഓഫ് ഗോൾഡിനാണ്. അതിനെ അത്ര രീതിയിൽ അടിച്ചു പരത്തി അതിനെ നീട്ടി നമുക്കതിനെ കൊണ്ടുപോകാം എന്നുള്ളൊരു പ്രത്യേകത അതിനകത്തുണ്ടെന്നുള്ളതാണ്. പിന്നെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ പറയണമെന്ന് വെച്ചാൽ പണ്ട് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എർത്തിൽ വന്ന് ക്രാഷ് ചെയ്ത ആസ്റ്ററോയിഡ്സിൽ നിന്നാണ് ഗോൾഡ് കണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്.